ഹായ് ഡിയേഴ്സ്, SSLC റീവാലുവേഷന്റെ ചില സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഉള്ളത്. നോക്കിക്കേ, ഒരു കുട്ടിയുടെ കെമിസ്ട്രിയും മാത്സും എ ഗ്രേഡ് ഉണ്ടായിരുന്നത് റീവാലുവേഷൻ കൊടുത്തു. പക്ഷേ റീവാലുവേഷൻ ചെയ്തപ്പോഴുള്ള ഗ്രേഡ് എ ഗ്രേഡ് തന്നെയാണ്, നോ ഗ്രേഡ് ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. അടുത്തൊരു കുട്ടി എന്ന് പറയുന്നത് മാത്സിന് റീവാലുവേഷൻ കൊടുത്തു, പഴയ ഗ്രേഡ് എ ഗ്രേഡ് ആയിരുന്നു, പുതിയ ഗ്രേഡ് അത് B+ലേക്ക് കുറഞ്ഞുപോയി. അപ്പോൾ ഗ്രേഡ് ചേഞ്ച് നോ ഗ്രേഡ് ചേഞ്ച് ആണെങ്കിലും ഇത് തന്നെയാണോ ഔട്ട് ഇറക്കുക? അല്ല. അതായത് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്, ഹയർ ഗ്രേഡ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ റിസൾട്ട്. അതായത് എ ആണോ B+ ആണോ ഇതിൽ ഹയർ ഗ്രേഡ്, അത് എ ഗ്രേഡ് ആണല്ലോ. സോ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലും രജിസ്റ്റർ നമ്പറിലും ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകുന്നത് മാത്തമാറ്റിക്സിന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് എ ഗ്രേഡ് ആയിരിക്കും. ഇനി മറ്റൊരു കുട്ടി 4 വിഷയങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 വിഷയങ്ങളിൽ കൃത്യമായി നോക്കിയാൽ കാണാം, 2 വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രേഡ് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് എ ഗ്രേഡ് A+ ആകുന്നത് മാത്രമല്ല ഗ്രേഡ് ചേഞ്ച്, B+ A ആകുന്നതും എന്ത് തന്നെയാണ്, ഗ്രേഡ് ചേഞ്ച് തന്നെയാണ്. സോ 1600 രൂപ കൊടുത്ത ഈ കുട്ടിക്ക് 800 രൂപ തിരിച്ചു കിട്ടുമെന്ന ഒരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത സംശയം എന്താണെന്നറിയോ, ഈ എ ഗ്രേഡ് എന്തുകൊണ്ടാണ് B+ ആയത്? അതായത് എ ഗ്രേഡ് എന്ന് പറയുന്ന ആദ്യം ഉണ്ടായിരുന്ന റിസൾട്ട് റീവാല്യൂ ചെയ്തപ്പോൾ B+ലേക്ക് പോകാനുള്ള കാരണം എന്താണ് എന്നാണ് അടുത്ത സംശയം. ഈ കാരണം എന്തെന്ന് MS സൊല്യൂഷൻസ് +1 ചാനലിൽ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കംപ്ലീറ്റ് കാണാൻ മറക്കരുത്. MS സൊല്യൂഷൻസ് +1 ചാനലിലേക്ക് നേരെ വിട്ടോ കേട്ടോ. യെസ്.